സംസാരിക്കണ്ട. എനിക്ക് ഒരു ശാപവും പ്രശ്നമല്ല. ഞാൻ മരിക്കുന്നെങ്കില് അതെന്റെ നവീന് വേണ്ടിട്ടല്ലേ. എനിക്കത് കുഴപ്പമൊന്നുമില്ല. അവൾ ഇവിടുന്ന് പോണം. ഇപ്പൊ പോയേ പറ്റൂ. കാര്യങ്ങൾ ഇത്രത്തോളം എത്തിച്ചിട്ട് എത്രത്തോളം എത്തിച്ചു? എല്ലാവരും കൂടി അവളെ ഞാനായിട്ട് അഭിനയിപ്പിക്കുകയാണോ, അതോ നവീൻ അവളായിട്ടുള്ള വിവാഹം യഥാർത്ഥത്തിൽ നടത്തി കൊടുക്കാൻ പോവാണോ? മമ്മിയുടെ നാവിന്ന് വരെ അവളെ കുറിച്ച് നല്ല വാക്കുകളേ ഉള്ളൂ. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. എന്റെ നവീൻ വേറൊരുത്തിയുടെ ദേഹത്ത് തൊട്ടാ അത് ഞാൻ സഹിക്കുന്ന മമ്മിക്ക് തോന്നുന്നുണ്ടോ? എന്നിട്ടും അവള് നവീന്റെ കൂടെ ഒട്ടിപ്പിടിച്ച്. ഗാഥ മാഡം, കൃഷ്ണ നവീന്റെ കാമുകിയായിട്ടല്ലേ ഇപ്പൊ അഭിനയിക്കുന്നേ. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കൃഷ്ണയ്ക്ക് നേരെ കയ്യോങ്ങാനൊന്നും ഗാഥ മാഡം ശ്രമിക്കണ്ട. കൃഷ്ണ തിരിച്ചടിക്കും. അത് പിന്നെ ഗാഥ മാഡത്തിന് നാണക്കേടാവും. നിനക്ക് ആരടി ശമ്പളം തരുന്നേ? ഞാനോ അതോ അവളോ? ഇനി ഒരു വാക്ക് അവളെ കുറിച്ച് എന്റെ മുന്നിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ. എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? സിനി, മതി. എന്റെ മോൾ എന്താഗ്രഹിക്കുന്നോ അതനുസരിക്കുന്നവര് മാത്രം ഇവിടെ ഉണ്ടായാൽ മതി. അത് വാടകക്കാരികളായാലും ശമ്പളക്കാരികളായാലും. മനസ്സിലായോ നിനക്ക്? നീ എന്താ പറഞ്ഞേ? ഗാഥമോൾ അവളെ തല്ലിയ അവളെ തിരിച്ചു തല്ലൂന്നോ? അങ്ങനെ ഒരു കൈ ഉയർന്നാ പിന്നെ ആ കൈ ഉണ്ടാവും തോന്നുന്നുണ്ടോ നിനക്ക്? പോയിക്കോ എന്റെ മുമ്പിന്ന്. സിനി, ലീവ്. നമ്മുടെ ശമ്പളം വാങ്ങി ജീവിക്കുന്നവർക്കൊക്കെ നമ്മളോട് അസൂയ ഉണ്ടാവും മമ്മി. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ അത് തീർക്കാൻ എവളുമാര് ശ്രമിക്കുന്നെ. പോട്ടെ മോളെ, ഇനി മോളി ടെൻഷൻ ആവണ്ട.